2017 പൂട്ടിപ്പോയപ്പോൾ പൂട്ടിക്കാനുണ്ടായ കാരണത്തിൽ ബിജു ചേട്ടൻ വിവരാവകാശം പറ്റി പറഞ്ഞല്ലോ. വിവരാവകാശം എഴുതി സെൻട്രൽ ഗവൺമെന്റിന്റെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ കൊണ്ട് പൂട്ടിച്ച് അത് കുത്തകൾക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബിജു ചേട്ടന്റെ ഉത്തരം കൊണ്ടാണ് അത് ആദ്യം പൂട്ടിക്കാൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സെൻട്രൽ ഗവൺമെന്റിന്റെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇത് തന്നെയാണ് വസ്തുതകളെ നുണച്ചടിക്കുന്ന കളവാണ് ഇവിടെ ബിജെപി തിരിച്ചറിയാൻ കഴിയും. ബിജു എന്ന വ്യക്തി ഈ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് അവിടുത്തെ അത് പൂട്ടിച്ചിട്ട് ബിജെപി റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ് നടത്താൻ തീരുമാനിച്ചത്. അതാണ് കേരളത്തിലെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ചോദ്യം അദ്ദേഹത്തോടല്ലേ? ഞാനാണല്ലോ മറുപടി പറയുന്നത്. ചേട്ടന് പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ ബിജെപിയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് എന്റെ പരാതി നിയോജക മണ്ഡലം പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റി എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് പരാതി കൊടുത്തു. ആ പരാതി കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം, ആ പൊതുമേഖലാ സ്ഥാപനം പരിസ്ഥിതി ശുചീകരണത്തിന്റെ കാര്യത്തിൽ നിരവധി വർഷം ISO പുരസ്കാരം നേടിയിട്ടുള്ള സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ നിന്ന് യാതൊരു ശുചീകരണവുമില്ലാതെ 63 കോടി രൂപ മുടക്കി നിർമ്മിച്ച ശുചീകരണ പ്ലാന്റ് അടച്ചുപൂട്ടിയിട്ടിട്ട് ഒരു യൂണിയൻകാരനും ഓതറൈസ്ഡ് യൂണിയൻ ഉണ്ട്. ഓതറൈസ്ഡ് യൂണിയന്റെ ഒരു യൂണിയന്റെ നേതാവിന്റെ പേര് ശ്രീമാൻ ഉമ്മൻചാണ്ടി, മറ്റൊരു യൂണിയൻ നേതാവിന്റെ പേര് ശ്രീമാൻ R ചന്ദ്രശേഖരൻ, മറ്റൊരു യൂണിയന്റെ നേതാവിന്റെ പേര് സഖാവ് K ചന്ദ്രശേഖരൻ, ചന്ദ്രൻപിള്ള. ഇവരുടെ നേതൃത്വത്തിലുള്ള യൂണിയൻ ഒന്നും ചോദ്യം ചെയ്യാതിരുന്നപ്പോ യാതൊരു ശുചീകരണവും ഇല്ലാതെ മൂവാറ്റുപുഴയാറ്, ഇന്ന് ആലപ്പുഴയിലേക്ക് പോലും കുടിവെള്ളം കൊടുക്കുന്ന ശുദ്ധജലവാഹിനിയായ മൂവാറ്റുപുഴയാറും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗമായ വേമ്പനാട് കായലും വിഷം കലക്കി നശിപ്പിക്കാൻ തയ്യാറായപ്പോ, ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവനം തടയാൻ തയ്യാറായപ്പോ 150 പേരുടെ ജീവിതമല്ല, 150 പേരുടെ HNL-ലെ ഉപജീവനമല്ല, ഈ നാടിന്റെ ജീവസ്പന്ദനമായ ശുദ്ധജലവാഹിനികളാണ് സംരക്ഷിക്കപ്പെടേണ്ടത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് കൂട്ടി. അത് സത്യം. പക്ഷെ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഏറ്റെടുത്തതിന്റെ മേന്മ പറയുന്നുണ്ടല്ലോ, ആ ഏറ്റെടുത്തതിന് ശേഷം ഇന്നും 140 കരാർ തൊഴിലാളികൾ സ്ഥിരപ്പെടുത്തിയില്ല. എന്നിട്ടും കമ്പനി ഒരാഴ്ച പ്രവർത്തിച്ചാൽ 2 ആഴ്ച പൂട്ടിയിടും. അങ്ങനെ പൂട്ടിയിടുമ്പോഴും ഞങ്ങളുടെ ശുദ്ധജലവാഹിനിയെ ക്രൂരമായി മലിനീകരിച്ചുകൊണ്ടിരിക്കുക. ഒരു കോൺഗ്രസ്സുകാരനും ചോദിക്കാനില്ല, ഒരു CPM-കാരൻ ചോദിച്ചില്ല എന്ന് ഞാൻ പറയില്ല. CPM-കാരൻ അവിടെ വന്ന് സമരം നടത്തി. നാളെ മുതൽ ശുദ്ധജലം എന്ന് പറഞ്ഞു. കമ്പനി ഓടിയാൽ ഇന്നും വേമ്പനാട് കായലിലെ വെള്ളം കറക്കും. എന്തുകൊണ്ട്? ഒരു വ്യവസായ ഒരു വ്യവസായം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമുക്കത് അവസാനിപ്പിക്കാം. ഒരു ചോദ്യത്തിന് കൂടെ ഉത്തരം പറഞ്ഞ് അവസാനിപ്പിക്കാം. ലോണെടുത്ത് ഒരു സാധാരണക്കാരൻ ഒരു സംരംഭം തുടങ്ങാൻ വന്നാൽ അവന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടേ? ഞാൻ ചോദിക്കട്ടെ, KPPL എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഗ്രാമപഞ്ചായത്തിന്റെ അംഗീകാരം ഉണ്ടോ? ഒരു കടലാസ് കഷ്ണത്തിൽ വെള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ ഇവർ എഴുതി കൊടുത്തിട്ടുണ്ടോ? പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു രേഖ സമർപ്പിച്ചിട്ടുണ്ടോ? രാജീവ് എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ തരങ്ങളാണ് അവിടെ നടക്കുന്നത്. 140 പേരെ വെച്ചുള്ള കച്ചവടം. എനിക്ക് ചോദിക്കാനുള്ളത് BJP പ്രതിനിധിയാണ്. 10 വർഷം വൈക്കത്തിന് MLA ആയിരുന്നു K അജിത്ത്. അദ്ദേഹം ഇന്ന് BJP-യിലാണ്. ഈ വൈക്കത്തിന്റെ വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇനി എന്ത് വികസനമാണ് അദ്ദേഹം വൈക്കത്ത് നടപ്പാക്കാൻ പോകുന്നത്? ഇതിനൊക്കെ നേരത്തെ പറഞ്ഞതല്ലേ. ഒരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീമതി CK ആശ MLA കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ ഈ നാടിനെ പ്രതികരിച്ച MLA ആണ്. ഏറ്റവും കൂടുതൽ വോട്ടർമാരായിട്ടുള്ള
വനിതകളായിട്ടുള്ള നമ്മുടെ നാട്ടിലെ വനിതകൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ ഒരു തൊഴിൽ സംരംഭം തുടങ്ങാൻ പറ്റുന്ന ഒരു കമ്പനി പോലും ഇല്ലാത്ത ഒരു മണ്ഡലമായിട്ടാണ് നമ്മുടെ മണ്ഡലം അതപ്പതിച്ചിരിക്കുന്നത്. മറ്റ് സമീപ മണ്ഡലങ്ങളെയൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിരവധി തൊഴിൽ സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ ഇവിടെ നടപ്പിലാക്കാനായിട്ട് ശ്രീമതി CK ആശ MLAക്ക് സാധിച്ചിട്ടില്ല. അതിനെന്തെങ്കിലും മറുപടി പറയാനായിട്ടുണ്ടോ? യെസ്, അത് പറയേണ്ട ഇതല്ലേ. ഓക്കെ, ഞാൻ ആദ്യം പറയാം. കെ അജിത്ത് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരികയും കെ അജിത്തിന്റെ 10 വർഷക്കാലത്തെ നിയമസഭാ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അദ്ദേഹം ഈ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണം ഞാൻ പറയാം. CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ചോദ്യം ചോദിക്കുക, ചോദിച്ചവർ തന്നെ ബഹളം വെക്കുക. എന്താ ഇത്? CPI എന്ന് പറയുന്ന ചോദ്യം ചോദിക്കുക, ചോദിച്ചവർ തന്നെ ബഹളം വെക്കുക. CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഓരോ പദ്ധതികളോടുള്ള സമീപനം ഞാൻ സൂചിപ്പിച്ചു. ബഹുമാനപ്പെട്ട സുജിൻ അതിന് മറുപടി പറഞ്ഞില്ല, പറയാൻ തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ സൂചിപ്പിച്ചല്ലോ, സഖാവ് കൃഷ്ണപിള്ളയുടെ പേരിൽ ഒരു സ്മാരകം പണിയാൻ ഇവരെ സുജിന്റെ പാർട്ടിയുടെ നേതാവ് കത്തുകൊടുത്ത് നടപടിയായപ്പോ അതിനെ പ്രതിരോധിക്കാൻ മറ്റൊരു കത്തുകൊടുത്ത MLA ആണ് ഇവിടെ ഉള്ളത്. CPIയുടെ ഒരു തന്ത്രം എന്ന് പറയുന്നത് CPM-കാർ ഇവിടെ ഒന്നും നടക്കാൻ സമ്മതിക്കുന്നില്ല, CPM ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു തന്ത്രമാണ് CPI സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അതിൽ പ്രതിഷേധിച്ചാണ് കെ അജിത്ത് ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നിട്ടുള്ളത്. മുന്നണി മര്യാദയില്ലാത്ത CPIയുടെ നടപടി പ്രതിഷേധിച്ചാണ് ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ളത്. ഒരു സമീപനമല്ല സ്വീകരിക്കേണ്ടത്. വാശിയും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രകടമാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.